ആഴക്കടൽ മത്സ്യസമ്പത്ത് ആകെ ഊറ്റിയെടുക്കുന്ന ഇതര സംസ്ഥാന ലോബി നമ്മുടെ തീരങ്ങളിലും വ്യാപകമാവുകയാണ്. അഴീക്കൽ തീരത്തു നിന്നും ഇത്തരത്തിലുള്ള വൻ ബോട്ടുകൾ പിടികൂടിയിട്ടുണ്ട്. കർണാടക മേഖലയിലെ തീരങ്ങളാകെ ഊറ്റിയെടുത്ത ഈ സംഘം ഇപ്പോൾ ലക്ഷ്യമിട്ടിരിക്കുന്നത് കണ്ണൂർ തീരങ്ങളെയാണ്. ഇവിടെയും ഇത്തരത്തിൽ നിരവധി ബോട്ടുകൾ എത്തുന്നുണ്ട്. ലൈറ്റുകൾ ഉപയോഗിച്ച് പ്രത്യേക രീതിയിലാണ് ഈ കടൽ സമ്പത്താകെ ഈ സംഘം ഊറ്റിയെടുക്കുന്നത്. നമ്മുടെ തീരങ്ങളിൽ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളുടെ ബോട്ടുകൾ ദാ ഇങ്ങനെ കെട്ടിയിടേണ്ട അവസ്ഥയിലാണ്. എന്തൊക്കെയാണ് ഈ ലൈറ്റ് ഇട്ട് മീൻ പിടിക്കുന്ന ഒരു സംവിധാനം ഇപ്പോൾ വന്നിട്ടുണ്ടല്ലോ, അത് ഏത് രീതിയിലാണ് ബാധിക്കുന്നത്? ഞാൻ മത്സ്യത്തൊഴിലെടുക്കാൻ തുടങ്ങിയിട്ട് ഒരു 38 വർഷമായി. 38 വർഷത്തിൻ്റെ ഇടയിൽ ഈ 3 കൊല്ലം അനുഭവിച്ച ദുരിതം ഇതുവരെ നമ്മൾ അനുഭവിച്ചില്ല. സാധാരണഗതിയിൽ നമ്മളെ കേരളത്തിൽ നിയമമില്ല ലൈറ്റിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട്. മംഗലാപുരത്ത് നിന്ന് അവരെ ലൈസൻസ് പ്രകാരമാണ് നമ്മളെ കേരളത്തിലെ കാസർഗോഡ് മുതൽ ബേപ്പൂർ വരെ ഇപ്പോൾ കേച്ചിങ് നടത്തുന്നത്. മംഗലാപുരത്തെ പണി ഏതാണ്ട് അവസാനിച്ച് ലൈറ്റിട്ട് മീൻ പിടുത്തം കൊണ്ട്. ഇതിൻ്റെ സ്ഥിതി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ സാധാരണഗതിയിൽ പാച്ചിവല എന്ന് പറഞ്ഞൊരു പണിയുണ്ട്. അടിത്തട്ടിലെ മത്സ്യം പിടിക്കുന്നൊരു ജോലിയായിരുന്നു അത്. അത് സാധാരണഗതിയിൽ നമ്മൾ മുന്നോക്കം എടുക്കുന്നത് ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ മാസങ്ങളിലാണ് കൂടുതലായിട്ടും. നമുക്ക് വടക്ക് നിന്നുള്ള കാറ്റ് വരുമ്പോൾ നമുക്ക് മത്സ്യം കൂടുതൽ കിട്ടലാണ്. എന്നാൽ ഈ ലൈറ്റിട്ട് മീൻ പിടുത്തം വന്നതോടുകൂടി ജനുവരി കഴിഞ്ഞാൽ നമ്മൾ പൂർണ്ണമായിട്ടും സ്തംഭനാവസ്ഥയിലാണ്. ദാരിദ്ര്യമാണ് ശരിക്കും പറഞ്ഞാൽ. ഇപ്പോൾ എന്നെ പോലെയുള്ള കൂട്ടർ തന്നെ നല്ലോണം ബാധിക്കുന്നുണ്ട്. അപ്പോൾ സാധാരണ നമ്മൾ സ്ഥാപനമില്ലാത്ത തൊഴിലാളികളെ ഇതിലേറെ ബാധിക്കും. നമ്മളൊരു 2 തൊഴിലുള്ള ആളാണ്, എന്നാലും നമ്മൾ തന്നെ നന്നായി. അപ്പം ഇനിയിപ്പോൾ നമ്മൾ കേരളത്തെ കൂടി നശിപ്പിക്കാനുള്ളൊരു കാഴ്ചപ്പാടിലേക്കാണ് ആ മംഗലാപുരം ലൈറ്റിട്ട് മീൻ പിടിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ലൈറ്റിട്ട് മീൻ പിടിക്കുക, ലൈറ്റിൻ്റെ പ്രത്യേകത എന്നാണ് ഹൈ പവർ ജനറേറ്റർ ഉപയോഗിച്ചിട്ട് 5000, 8000, 15000 വാട്ട്സുള്ള ലൈറ്റാണ് അവർ ഉപയോഗിക്കുന്നത്. ഈ ഗ്രീൻ ലൈറ്റ് മത്സ്യത്തിനെ ആകർഷിക്കുന്ന ലൈറ്റ്. അപ്പോൾ ഈ ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ സാധാരണഗതിയിൽ കടലിലൊരു ആവാസ വ്യവസ്ഥ ഉണ്ട്. ലൈറ്റ് കാണുമ്പോൾ മത്സ്യം ആ ലൈറ്റിൻ്റെ ദിശ എവിടെയാണോ അവിടേക്കാണ് വരിക. അപ്പോൾ അടിത്തട്ടിലുള്ള മത്സ്യം ഈ ലൈറ്റിൻ്റെ പവർ കൊണ്ട് അടിത്തട്ടിലെ മത്സ്യം വരെ ഉപരിതലത്തിൽ വരും. ഉപരിതലത്തിൽ വരുന്ന അവരെ ഒരു ഫൈബറിലാണ് ഇതൊക്കെ ചെയ്യുക. വേറൊരു ഫൈബർ ആ ക്യാമറയുടെ താഴെത്തിക്കഴിഞ്ഞ് കൂട്ടമായിട്ട് മത്സ്യം എത്തിക്കഴിഞ്ഞാൽ അവർ മറ്റേ സിഗ്നൽ കാണിച്ച് ഒരു നിശ്ചിതം 1000 മീറ്റർ വല ഇങ്ങനെ റൗണ്ട് ചെയ്തിട്ട് ആ മത്സ്യത്തിനെ ഒന്നാകെ അവർ കൊണ്ടുപോകും. 1000 മീറ്ററോളം ഫുൾ മത്സ്യം കൊണ്ടുപോകും. അപ്പോൾ നമ്മൾ ചിന്തിക്കും മത്സ്യം ആ 1000 മീറ്ററുമാണോ കടലിൽ മത്സ്യം ഉണ്ടാകുന്നത്? അതല്ല, ഈ ആവാസ വ്യവസ്ഥിതി അതാണ് പറയുന്നത്. ആവാസ വ്യവസ്ഥിതി എന്ന് പറഞ്ഞാൽ ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഒരു സ്വഭാവമുണ്ട്. ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ ആ ലൈറ്റിനെ എടുക്കേ മീൻ അടിയിൽ നിന്നുള്ള മത്സ്യം പൊന്തി വരുള്ളൂ, പിന്നെ അടിയിലേക്ക് പോവില്ല. അപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മളെ തൊഴിൽ സ്തംഭനാവസ്ഥയിലും എത്രയോ കിലോമീറ്റർ അവരെ തൊഴിൽ നല്ല നിൽക്കുകയും പിന്നീട് ഈ ആവാസ വ്യവസ്ഥയ്ക്ക് ദോഷം വരുന്നതെന്ന് പറഞ്ഞാൽ പിന്നീട് മത്സ്യങ്ങളെ നമ്മളെ പ്രജനനം ഉണ്ടാവില്ല കൂട്ടമായിട്ട്. അത് ഇന്ന മത്സ്യമൊന്നുമില്ല. നമ്മളിപ്പം മത്സ്യം പിടിക്കുന്നത് മത്തീന ഒരു കാലഘട്ടത്തിൽ അതിൽ തന്നെ ഒരു പരമ്പരാഗത തൊഴിലാളികളെ പ്രത്യേകത അതാണ്. ഓരോ സീസൺ അനുസരിച്ച് ഓരോരോ വല ഉപയോഗിച്ച് ആ മത്സ്യത്തിന് മാത്രമേ നമ്മൾ കാച്ചിങ് നടത്തുള്ളൂ. അപ്പം മറ്റുള്ള മത്സ്യങ്ങളെല്ലാം പ്രജനനം നടത്താൻ കഴിയും. ഇതങ്ങനെയല്ല. ഇത് പിന്നെ നമ്മൾ അടിത്തട്ടുള്ള മാന്തൾ മുതൽ പുഷു വരെ ഉപരിതലത്തിലെ വരെ. അപ്പോൾ പിന്നീട് നമുക്ക് ആ കടൽ ശൂന്യമായിരിക്കും, മത്സ്യം വരില്ല. ഉദാഹരണം പറയാം, ഈ ഒരു എലീൻ്റെ ഉദാഹരണം പറയാം. എലി നമ്മൾ വരുന്ന സ്ഥലത്ത് തന്നെ വരും, ശ്രദ്ധിച്ചിട്ടൊന്നറിയില്ല. എലിക്ക് ഒരു ദിവസം ഭക്ഷണം അവിടെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ സ്ഥലത്ത് തീർച്ചയായിട്ടും വരും. അങ്ങനെ അതുപോലെയാണ് ലൈറ്റ് കണ്ടു കഴിഞ്ഞാൽ മത്സ്യം പിന്നെ അടിയിൽ നിൽക്കുകയില്ല. അപ്പം നമ്മളെ
പരമ്പരാഗത തൊഴിലാളി ഏതാണ്ട് നശിക്കാനായി. നമ്മളിലിപ്പോൾ ഞാൻ സാധനം വിൽപ്പനയ്ക്ക് വെച്ചില്ല. കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. വളരെ ദയനീയ അവസ്ഥയാണ്. അതിന് ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റ് കേരളത്തിൽ നന്നായിട്ട് വികസനം വന്നിട്ടുണ്ട്, ഫിഷറീസ് മേഖലയിലും മറ്റു മേഖലയിലും. പക്ഷേ നമ്മുടെ അടിസ്ഥാന വർഗ്ഗ തൊഴിലാളിയായ മത്സ്യത്തൊഴിലാളികളുടെ തൊഴിലിനെ ബാധിക്കുന്ന വിഷയത്തിൽ കാതലായ ഒരു മാറ്റമോ അനധികൃതമായി മത്സ്യം നടത്തുന്ന ആളുകളെ പിടിക്കുന്ന കാര്യത്തിൽ പരാജയം തന്നെയാണ് ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റ് എന്നാണ് എനിക്ക് പറയാൻ. ഞാൻ സർക്കാരിനെ അനുകൂലിക്കുന്ന ഒരാളാണ്. പക്ഷേ എനിക്ക് തൊഴിലാളി വിഷയം വരുമ്പം ആ കാര്യം പറഞ്ഞാൽ മതിയാവും. നിരവധി വേദികളിൽ നമ്മൾ ആ കാര്യം പറഞ്ഞതാണ്. പക്ഷേ ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഉദ്യോഗസ്ഥന്മാരെ കണ്ട് നമ്മൾ സംസാരിക്കും, കൂട്ടമായിട്ട് നമ്മൾ കമ്മിറ്റിയിൽ ആലോചിച്ച് പോയി കഴിഞ്ഞാൽ പറയും നമുക്കതിൻ്റെ സാങ്കേതിക മികവില്ല, അതുകൊണ്ട് നമുക്ക് പിടിക്കാൻ കഴിയില്ല. അതാണ് ഇപ്പോൾ ഉള്ള മത്സ്യത്തൊഴിലാളിയുടെ അവസ്ഥ. നിങ്ങൾ നോക്കിയാൽ ഇതെടുത്തോ. കാരണം എന്ന് പറഞ്ഞാൽ ഇതങ്ങനെ സമ്പന്നാവസ്ഥയിലാണ്. അല്ലെങ്കിൽ ഈ സമയത്ത് വന്നാൽ നമ്മൾ ചളി വരങ്ങിയിട്ടുണ്ടാകുക. ഇതിപ്പോൾ ഞാൻ പലയല്ലോ പണിയില്ല, നിലവിൽ പണിയില്ല. 2 മാസം 3 മാസമായി പണിയില്ല. ഞാനിപ്പോൾ 2 ആഴ്ച എൻ്റെ അന്യസംസ്ഥാന തൊഴിലാളികൾ നാട്ടിൽ നിന്ന് വരട്ടെ എന്ന് ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞാൽ പിന്നെ വാന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഒരു 15 ദിവസം തുടർച്ചയായിട്ട് പണിക്ക് പോയിട്ട് എനിക്ക് 250 ലിറ്റർ എണ്ണ കത്തിയിട്ട് എനിക്ക് ആകെ എണ്ണ പൈസയും ആയിട്ട് കിട്ടിയത്, എണ്ണ പൈസ അല്ല, തൊഴിലൂടെ നമുക്ക് കിട്ടുന്ന പൈസ അടക്കം കിട്ടിയത് 14,000 രൂപയാണ്. 28,000 രൂപയുടെ മണ്ണെണ്ണ കത്തിച്ചിട്ടാണ് 14,000 രൂപ കിട്ടുന്നത്. നമ്മളെ വലക്ക് വരുന്ന നാശനഷ്ടം വേറെയും, ഇഞ്ചിൻ്റെ തേയ്മാനം എല്ലാം കൊണ്ടും മത്സ്യത്തൊഴിലാളികൾ ദുരിതാവസ്ഥയിലാണ്. അതുകൊണ്ട് ഇനി ഏത് സർക്കാർ വന്നാലും ഈ കാര്യത്തിൽ ശക്തമായ നടപടി ഉണ്ടാവണം. അല്ലെങ്കിൽ പരമ്പരാഗതം എന്ന് പറഞ്ഞാൽ ആകെ ഉള്ളത് ഇപ്പം 2-3 മേഖലയാണ് കേരളത്തിൽ. പരമ്പരാഗതം എന്ന് പറഞ്ഞിട്ട് ശക്തമായിട്ട് ഗവൺമെൻറ് ഒരു ശല്യം ചെയ്യാണ്ട് നമുക്ക് നാളെ കിട്ടുമെന്ന പ്രതീക്ഷയിൽ ഒരു സമരമോ കാര്യമൊന്നും നമ്മളൊന്നും മത്സ്യത്തൊഴിലാളികൾ ചെയ്യാറില്ല. നമുക്ക് എന്തെങ്കിലും അപകടം വരുമ്പോൾ മാത്രം, ജീവിത പ്രയാസമായിട്ട് നമ്മൾ ഒരിക്കലും സമരം ഇന്നേവരെ ചെയ്തില്ല. മറ്റു മേഖലയിലുള്ള പോലെയല്ല. ആ ഒരു അവസ്ഥയിൽ വരുമ്പോൾ പരമ്പരാഗത തൊഴിൽ നഷ്ടപ്പെടും. ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെ നമ്മുടെ പുതിയ തലമുറ മേഖലയിലില്ല. ഞാൻ ചത്തു കഴിഞ്ഞാൽ എൻ്റെ പരമ്പര തീർന്നു ഓട്ടോമാറ്റിക്. അപ്പോൾ ഇതിൻ്റെ ദോഷം അനുഭവിക്കുന്നത് നിങ്ങളെപ്പോലുള്ള കൂട്ടാണ്. നമ്മളെ ലോകത്ത് തന്നെ മായലാണ്ട് കിട്ടുന്ന ഏക സാധനമാണ് നമ്മുടെ മത്സ്യം, ശുദ്ധ മത്സ്യം. അത് കിട്ടാത്ത ഒരവസ്ഥയിൽ നമ്മൾ സാധാരണക്കാർ വരും, അമോണിയ പോലുള്ള സംഗതികൾ ഇട്ട സാധനം. ഇതിപ്പോൾ ഈ ഇതര സംസ്ഥാനക്കാർ വന്ന് ഇങ്ങനെ കൂട്ടത്തോടെ കോരി കൊണ്ടുപോയി അവിടെ നിന്ന് ഈ അമോണിയ ഒക്കെ ഇട്ട് വീണ്ടും ഇവിടത്തേക്ക് തന്നെ വരുന്ന ഒരു സാഹചര്യം നമ്മളെ മാർക്കറ്റിൽ വരും. നമ്മൾ ഇവിടുത്തെ മത്സ്യം അവരവിടെ കൊണ്ടുപോയിട്ട് ചീപ്പ് റേറ്റിന് കൊടുത്ത് നമ്മൾ ഇവിടുത്തെ മാർക്കറ്റുകളിൽ യഥേഷ്ടം വരും. അമോണിയോ 5 ദിവസം 6 ദിവസം പഴക്കമായിട്ടാണ് കിട്ടുക. അപ്പോൾ അതാണെന്ന് പറഞ്ഞാൽ സാധാരണക്കാരന് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ ഇല്ലായ്മ ആയിക്കഴിഞ്ഞാൽ എന്താ ദോഷം എന്ന് പറഞ്ഞാൽ നല്ല മത്സ്യം കിട്ടില്ല. പോഷക സമൃദ്ധമായ ആഹാരമാണ് നമ്മൾ മത്സ്യം. ഇന്ന് കലർപ്പില്ലാണ്ട് ഏതൊരാൾക്കും കഴിക്കാൻ പറ്റുന്നൊരു ആഹാരം അതല്ലേ, അതുതന്നെയാണ് വിശ്വസിച്ച് കഴിക്കാൻ പറ്റുന്നത്. അത് ഇല്ലാത്തൊരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. അപ്പോൾ ഇതിനെതിരെ ശക്തമായ നടപടി സംസ്ഥാന സർക്കാർ എടുക്കണം എന്നാണ് അഭിപ്രായം. ഇപ്പോൾ നമ്മൾ ഈ സമയത്തൊക്കെ ഇവിടെ ഇങ്ങനെ ഈ ഹാർബറിൽ ഇത്രയധികം ബോട്ടുകൾ ഇങ്ങനെ നിർത്തിയിട്ടിട്ട് കാണാറില്ലായിരുന്നു. എന്താണ് ഇപ്പോൾ സംഭവിച്ചത്? പണിയില്ലാതായതാണോ? പണീൻ്റെ മാത്രമല്ല, ഇവിടുത്തെ ബോട്ട് ഈ നൈറ്റിൽ വലിക്കുന്ന ബോട്ടിൻ്റെ ഒരു അപകടമാണ് ഈ കാണുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ ഈ സമയത്ത് വന്നു കഴിഞ്ഞാൽ എല്ലാ ബോട്ടിലും വല വലിച്ചിടുന്നത് കാണാം. എല്ലാം സംഭവനാവസ്ഥയിലാണ്. കാരണം എന്ന് പറഞ്ഞാൽ ആരും പണിക്ക് പോകുന്നില്ല. ഇത് ഈ കാണില്ലേ, ഇത് നിറച്ചും ഹാർബർ നിറച്ചും കാണുന്നതെന്ന് പറഞ്ഞാൽ ഒരു പണിക്കും പോകാൻ പറ്റുന്നില്ല. പറ്റാത്തതെന്ന് പറഞ്ഞാൽ ഈ ട്രോളിങ്ങിൻ്റെ ഇത് തന്നെയാണ്. നൈറ്റിൽ വലിക്കുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞ ലൈറ്റിൻ്റെ ഇത് ഏറ്റവും കൂടുതൽ പവർ ഉപയോഗിച്ചിട്ട് ഇത് മത്സ്യം പിടിക്കുന്നതിൻ്റെ ഇതാണ്. അതായത് ഇത് 1000 മീറ്റർ ആണെങ്കിൽ എത്രയോ കിലോമീറ്റർ ദൂരത്താണ് ഈ മത്സ്യം വന്നിട്ട് ഈ ലൈറ്റിന് അടുത്ത് വന്ന് നിൽക്കുന്നത്. അതായത് എല്ലാ മത്സ്യവും എത്രയോ കിലോമീറ്ററിൽ നിന്ന് ഈ മത്സ്യം ഇവിടെ വന്നിട്ട് ഈ ലൈറ്റിന് നിൽക്കും. അന്നേരം എല്ലാ മീനിനും ഇവർ പിടിച്ചിട്ട് എല്ലാ മത്സ്യവും, അതായത് ചെറു മത്സ്യമായാലും വലിയ മത്സ്യമായാലും എല്ലാ മീനിനും വലിക്കുന്ന സജ്ജീകരണത്തിലുള്ള വല കൊണ്ട് ഇവർ എല്ലാ മീനിനും പിടിക്കും. വലിച്ച ഇതര സംസ്ഥാനത്തേക്ക് കർണാടകയിലേക്കൊക്കെ കൊണ്ടുപോവാണ്. കർണാടകത്തിൽ കൊണ്ടുപോയി കഴിഞ്ഞിട്ട് അത് കേരളത്തിലേക്ക് കൊണ്ടുവരും. അത് അമോണിയ ഇട്ടിട്ട് ഇവിടെ വരാം. അന്നേരം കേരളത്തിലുള്ള ഇത് സാധാരണക്കാരാണ് വിചാരിക്കും ഇത് കേരളത്തിൽ നിന്ന് പിടിക്കുന്നതാണ്. സത്യത്തിൽ ഇത് കേരളത്തിൽ നിന്ന് പിടിക്കുന്നതല്ല, അമോണിയ ഇട്ടിട്ട് മറ്റുള്ള സംസ്ഥാനത്ത് നിന്ന് വരുന്നതാണ്. ഇപ്പോൾ നമ്മളെ മത്സ്യം അവർ എന്താ മനസ്സിലാക്കുക, ഇത് അമോണിയ ഇട്ട മത്സ്യം എന്ന് അവർ വിചാരിച്ചിട്ട് മത്സ്യം എടുക്കുന്നില്ല. അതുകൊണ്ട് ഇവിടുത്തെ മത്സ്യത്തിനും വിലക്കുറവാണ്. ഈ അമോണിയ ഇത് മനസ്സിലാക്കി എടുത്തിട്ട് അവരിതിനും ഈ മത്സ്യത്തിന് നമുക്ക് വിലക്കുറവാ തരുന്നവർ. നമുക്ക് ഇതിനെ ഇല്ലാതാക്കാൻ, അതായത് ഇത്തരം ഇത് മനസ്സിലാവില്ലേ, ഇവർ വരുന്നത് മനസ്സിലാവാത്തതാണോ? എന്താണ് പ്രശ്നം? പിടിക്കാത്തതെന്തുകൊണ്ടാണ്? അല്ല, നമ്മളെ മത്സ്യത്തൊഴിലാളി പരമ്പരാഗത മത്സ്യത്തൊഴിലാളി പോകാൻ പറ്റില്ല. അത്രയും വലിയ സാധനമാണ് അവരത്. അപ്പോൾ ഇത് ഗവൺമെൻറ്
അവരെ നിർത്താനാക്കാനുള്ള പോലീസ് കോസ്റ്റലുണ്ട്, അവരെല്ലാം ഗവൺമെൻറ് പറഞ്ഞാലേ അവർ പോവുള്ളൂ. അപ്പോൾ അവരുടെ അടുത്ത് പോയി കഴിഞ്ഞിട്ട് അവർ വേണം ഇതിനെ നിർത്തലാക്കാൻ വേണ്ട. അല്ലാതെ നമുക്ക് ഈ സാധാരണ പരമ്പരാഗത മത്സ്യത്തിലുള്ള ഒരു 2 ബോട്ടോ 3 ബോട്ടോ ഒന്നും കഴിഞ്ഞിട്ട് പറയാം. കാരണം അവർ വലിയൊരു കപ്പൽ പോലത്തെ സാധനമാണ്, അതിനെല്ലാ സജ്ജീകരണം കൊണ്ട് വരുന്നതാണ് അവർ. നമ്മളെ കൊണ്ടൊന്നും കഴിയില്ല. ഇത് ഗവൺമെൻറ് ഇവിടുത്തെ ഗവൺമെൻറ് ഇല്ലാണ്ടാക്കണം. ഏത് ഗവൺമെൻറ് ആയാലും, വരുന്ന ഗവൺമെൻറ് ആയാലും ഇപ്പോൾ ഉള്ള ഗവൺമെൻറ് ആയാലും അവരിത് നിർത്തലാക്കേണ്ടത് ഇത് നോക്കണം. അല്ലെങ്കിൽ മത്സ്യം ഉണ്ടാവില്ല. മത്സ്യത്തിൻ്റെ കഴിഞ്ഞ് ഇപ്പോൾ അവർ പറഞ്ഞ മാസങ്ങളിൽ എടുക്കുന്ന മത്സ്യം ചെറിയ മത്സ്യത്തിന്, അതായത് മുട്ട വിരിയുന്ന മത്സ്യം അടക്കം ഇത് ലൈറ്റ് കണ്ടാൽ മുകളോട്ട് വരും. അന്നേരം എല്ലാത്തിനും പിടിച്ച് തീർക്കുന്നത്. ഈ ട്രോളിംഗ് സമയത്തൊക്കെ ഈ മത്സ്യങ്ങളാണ് തിരിച്ച് നമുക്ക് കിട്ടുന്നത് അല്ലേ? അതെ. ട്രോളിംഗ് സമയത്ത് അവർ ആ മുട്ട വിരിയുന്ന മത്സ്യങ്ങളാണ് ഈ ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിലെല്ലാം വരുന്നത്. ആ മത്സ്യത്തിന് അവരിപ്പം പിടിച്ച് തീർക്കുന്നുണ്ട്. ഈ പറഞ്ഞ ഈ ബോട്ടുകാർ, ഈ പറഞ്ഞ പവർ ലൈറ്റ് ഇട്ടിട്ട് വരുന്നില്ലേ, അവർ പിടിച്ച് തീർക്കുന്നുണ്ട്. അതും അങ്ങനെ ഈ പറഞ്ഞ സാധാരണ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളെ എല്ലാം നഷ്ടമാക്കിയിട്ടാണ് വരുന്നത്. പിന്നെ ഗവൺമെൻറ്, ഏത് ഗവൺമെൻറ് പറയുന്നത് ഇത് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ ഇത് മിലിറ്ററിക്ക് സമം എന്ന് പറയുന്നുണ്ട്. എവിടെ ഇതെല്ലാം കാണുന്നില്ല നമ്മൾ മിലിറ്ററിക്കാരെല്ലാം. കേരളത്തിൻ്റെ സൈന്യം എന്നാണ് പറയുന്നത് പരമ്പരാഗത മത്സ്യത്തൊഴിലാളി. ഇവിടെ ഒരു ആനുകൂല്യം കാണുന്നില്ല. ഇതാ ഹാർബർ കാണുന്നില്ല, എല്ലാം ഇത് ശുചീകരണം കാണുന്നില്ല ഇവിടുത്തെ. അതുപോലെ ബോട്ട് കിടത്താം, അല്ല ഫുൾ എല്ലാ ബോട്ടെല്ലാം ഇവിടെ ഇപ്പോൾ സമ്പന്നാവസ്ഥയിലുള്ളത്. ഇത്തരമുള്ളൊരു അവസ്ഥ എന്താ? ഇവിടുത്തെ അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ ഉണ്ടോ? അടിസ്ഥാന സൗകര്യം ഇല്ലാത്തതിൻ്റെ ഒരു കാരണം കാണുന്നതാണ്. ഇത് നമ്മൾ കിടക്കുന്നത് നോക്കിയാൽ ഇവിടെ മൊത്തം കമ്പിയാണ് കാണുന്നത്. ഈ കമ്പി ഇത് മഴക്കാലത്ത് ആൾക്കാർ ഇതിനകത്ത് ആയിപ്പോവും. കണ്ടോ, ഇതാ അവിടെ എവിടെയെല്ലാം കണ്ട ഇത് കണ്ട ഈ കുറ്റി ഞങ്ങളിപ്പോൾ കെട്ടിയതാണ്. വല കുളത്തുനിന്ന് കെട്ടിയതാണ്. ഇത് ഈ പച്ചക്ക് ഷവറിട്ടിട്ട് അതാണ് അവിടെല്ലാം കണ്ടതാ. ആ കുറ്റിയെല്ലാം കണ്ട ഈ ഒരു ദയനീയാവസ്ഥയാണ് ഈ ഹാർബർ. ഇവിടെ എന്താ ശരിക്കും വേണ്ടത്? ഹാർബർ ഇത് ജില്ലിട്ടിട്ട് കോൺടാക്ട് ചെയ്യണം, ഇത് ഫില്ല് ചെയ്യണം, ഇവിടെ ഫില്ല് ചെയ്യണം. ഫില്ല് ചെയ്യേണ്ട അടുത്ത് ഫില്ല് ചെയ്യാണ്ടാണ് ഇതാ ആൾ വീണു. അതുപോലെ ഇതെന്ന് പറഞ്ഞാൽ വാർത്ത് ചെയ്യേണ്ടതാണ്. ഇത് നമ്മളിപ്പോൾ തൽക്കാലം ഒരു കവറിട്ടതാ, പച്ച ഷീറ്റിട്ട് മൂടിയതാണ്. ഇതാണ് എല്ലാ കുറ്റിയും കാണുന്നില്ല. ഇത് ബോട്ട് കെട്ടാനുള്ള കുറ്റിയാണ്. എന്താണ് ഇങ്ങനെ ഇരുന്ന് കൂടിയത്? ഒന്നും പണിയൊന്നുമില്ലേ? പണിയൊന്നുമില്ലാത്ത ഇവിടെ ഇരിക്കുന്ന, രാവിലെ വരൂ, ഇവിടെ പണിയില്ലാതെ ഇരിക്കുക. ഇതാണ് സംഭവം. മാസക്കണക്കായി എടുക്കുന്നത്. ഈ 2 മാസത്തേക്ക് ഇങ്ങനെ ഉണ്ടാകുക പണി സംബന്ധിച്ചത്. ഇപ്പം ആയക്കാടിൽ ലൈറ്റിലിട്ടത് മീൻ പിടിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ മീൻ ഇല്ലാത്ത കുറവ്. മീനൊന്നും കിട്ടാനില്ല. വെറും എണ്ണ പൈസ കടയിൽ വരുത്തുക. വലിയ പ്രശ്നമാണ്. വലിയ പ്രശ്നമുണ്ട്. പറയാൻ ബുദ്ധിമുട്ടില്ല മത്സ്യത്തൊഴിലാളികളിൽ. പണിയില്ലാത്ത ഏകദേശം ഒരു 1.5 മാസമായി. അത് ഒന്നാമത് പണിയില്ലാത്തത് ഈ ലൈറ്റ് വെച്ച് മീൻ പിടിക്കുന്നത് കൊണ്ടാണ്. അത് എന്തെങ്കിലും സർക്കാർ അതിനു വേണ്ടി നടപടി എടുത്തിട്ടില്ലെങ്കിൽ നമ്മളെ കാര്യമെല്ലാം കഷ്ടത്തിലാണ് ഉണ്ടാകുക. അപ്പോൾ ഒരു ഏറ്റവും ചുരുങ്ങിയ 1.5 മാസമായി ഇവിടെ കെട്ടിക്കിടക്കുന്നു. അതിനെന്താണ് വേണ്ടതെന്ന് സർക്കാർ ചെയ്യുക. അതിന് വേണ്ടത് മത്സ്യസമ്പത്ത് ഇല്ലാതാകുന്നത് കേവലം മത്സ്യത്തൊഴിലാളികളെ മാത്രം ബാധിക്കുന്ന ഒരു വിഷയമല്ല. നാം ഓരോരുത്തർക്കും സംഭവിക്കുന്ന വലിയ രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് കൂടിയാണ് അത് വരുന്നത്. ഇതര സംസ്ഥാനക്കാർ വൻതോതിൽ നമ്മുടെ മത്സ്യസമ്പത്ത് അവരുടെ സംസ്ഥാനങ്ങളിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ നിന്ന് ദീർഘകാലത്തേക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിൽ അമോണിയ ഉൾപ്പെടെ ചേർത്തുകൊണ്ട് അത് വീണ്ടും നമ്മുടെ മാർക്കറ്റുകളിലേക്ക് തന്നെ എത്തുന്നു. അത് നമ്മുടെ ആരോഗ്യത്തെ തന്നെയാണ് ബാധിക്കുന്നത്. ഈ വിഷയം അതീവ ഗൗരവത്തോടെ ഫിഷറീസ് വകുപ്പും സർക്കാരും പോലീസും ഒക്കെ നോക്കിക്കാണേണ്ട വിഷയമാണ്. ഇത്തരത്തിൽ അനധികൃതമായി നിയമവിരുദ്ധമായി മത്സ്യബന്ധനം നടത്തുന്ന ബോട്ടുകളെ കൃത്യമായി പിടികൂടാനുള്ള സംവിധാനമാണ് നമുക്ക് വേണ്ടത്. അതിന് എന്തെല്ലാം ക്രമീകരണങ്ങൾ ഒരുക്കണോ അതൊക്കെ തന്നെ ഫിഷറീസ് വകുപ്പ് ഏർപ്പെടുത്തേണ്ടതുണ്ട്. സാങ്കേതികമായ പ്രശ്നങ്ങൾ പറഞ്ഞ് ഒഴിഞ്ഞു നിൽക്കുകയല്ല ഫിഷറീസ് വകുപ്പ് ചെയ്യേണ്ടത്. ഇവിടെ അനധികൃതമായി എത്തുന്ന ഓരോ ഇതര സംസ്ഥാന ബോട്ടും പിടിച്ചെടുക്കാനുള്ള ഇച്ഛാശക്തി നമ്മുടെ വകുപ്പിന് ഉണ്ടായേ മതിയാകൂ. കണ്ണൂരിൽ നിന്നും ക്യാമറമാൻ നവീനൊപ്പം മനോജ് മയ്യിൽ, കണ്ണൂർ വിഷൻ.